പണിമുടക്ക് ദിനത്തിൽ ജോലിക്കെത്തിയ അധ്യാപകരെ ആക്രമിച്ചതിന് പിന്നാലെ അപഹസിക്കാനും നീക്കം. ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ച തിരുവനന്തപുരം പ്ലാവൂർ സ്കൂളിലെ അധ്യാപകർക്കെതിരെ വിജിലൻസ് പരിശോധനയ്ക്കാണ് ഉത്തരവിട്ടിരിക്കുന്നത്. സ്കൂളിലെ ഭക്ഷ്യസാധനങ്ങൾ ദുരുപയോഗം ചെയ്തെന്ന കള്ളപ്പരാതിയിലാണ് പരിശോധന നടത്തുക. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഈ അധ്യാപകരെ കള്ളക്കേസിൽ കുടുക്കാൻ, അവർക്കെതിരെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ വാർത്തകൾ ചമയ്ക്കാൻ സർക്കാർ തന്നെ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്നലെ ആ സ്കൂളിൽ നമ്മൾ കണ്ടതാണ്. അവിടെ എത്ര വലിയ അതിക്രമമാണ് നടന്നത്. ആ അധ്യാപകരെ പൂട്ടിയിട്ടു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, കയ്യേറ്റമുണ്ടായി, 3 അധ്യാപകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ വലിയ ഒരു കെടുതിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇത്തരത്തിൽ കള്ളപ്പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ. വിവരങ്ങൾ നിലിമ, അപഹാസ്യമെന്നല്ലാതെ ഈ ഉത്തരവിനെ പറയാൻ കഴിയില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. കാരണം വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിലൊരു പരാമർശമുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഈ പണിമുടക്ക് ദിവസം ഒരു കൂട്ടം അധ്യാപകർ ജോലിക്കെന്ന വ്യാജേന എത്തി എന്നുള്ളതാണ് മന്ത്രി പുറത്തിറക്കിയിരിക്കുന്ന ഈ റിലീസിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒന്ന് ആലോചിക്കേണ്ടത്, ഒരു പണിമുടക്കിൽ അധ്യാപകർ കുട്ടികൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവർ വരട്ടെ എന്ന് കരുതി സ്കൂളിലെത്തിയ അധ്യാപകരെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഇനി ഈ ഉത്തരവിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒന്ന്, പ്ലാവൂർ സ്കൂളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാണിച്ച അതിക്രമം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ പ്രാദേശിക വനിതാ നേതാവിൻ്റെ അടക്കം നേതൃത്വത്തിലെത്തി വളരെ മോശം പരാമർശങ്ങൾ നടത്തി അധ്യാപികമാരെ വളരെ പുറത്തു പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ അൺപാർലമെൻ്ററി ആയിട്ടുള്ള രീതിയിലുള്ള അപഹസിക്കൽ നടത്തി, മറ്റുള്ളവരെ കൂട്ടിച്ചേർത്തുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായി. അങ്ങനെയുള്ള പലതരം പ്രയോഗങ്ങൾ അവിടെ ഉണ്ടായി. അവരെ വലിയ രീതിയിൽ ആക്രമിച്ചു, സ്കൂളിൻ്റെ വാതിലുകൾ തല്ലിപ്പൊളിച്ചു, അതിനുശേഷം വാതിലുകൾ തല്ലി തുകർത്ത് ഏതാണ്ട് പിടികൂടുന്ന രീതിയിൽ അവർ വീഡിയോകൾ ചിത്രീകരിച്ചു. അങ്ങനെ വളരെ മോശം രീതിയിൽ പെരുമാറുകയും അധ്യാപകരെയും ഒരു കുട്ടിയുമൊക്കെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്ത സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതാണ്. ആ അക്രമത്തെ ഒന്ന് അപലപിക്കാൻ പോലും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ അവിടുന്ന് നൽകിയ പരാതിയിൽ അന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ നിന്ന് വലിയ രീതിയിൽ ആക്രോശിച്ചതുപോലെ ആ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വാർത്താക്കുറിപ്പിലും ഉള്ളത് എന്നുള്ളതാണ് പരിഹാസ്യമായ മറ്റൊരു വിഷയം എന്നുള്ളത്. അതിൽ പറയുന്നത്, ഈ കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഈ അധ്യാപകർ അവിടെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഈ പറയുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ പറയുന്നത്, അവർ അധ്യാപകർ അവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത് അത് സ്കൂൾ ഭക്ഷണ മെനുവിൻ്റെ ഭാഗമൊന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ്. കാരണം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇപ്പോൾ ഭക്ഷണത്തിന് ആവശ്യമായ ഫണ്ടില്ല എന്നുള്ളത് നമ്മൾ ജനൻ TV പുറത്തുവിട്ട വാർത്തയാണ്. ഓരോ കുട്ടിക്കായി വകയിരുത്തിയിരിക്കുന്ന തുക വളരെ ആവശ്യമായതിനും വളരെ താഴെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർ സ്വന്തം വീടുകളിൽ നിന്ന് ചക്കയും തേങ്ങയും ഒക്കെ കൊണ്ടുവന്ന് സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ച സംസ്ഥാനത്തെ മിക്കവാറും സർക്കാർ സ്കൂളുകളിലുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും ഈ പണത്തിൻ്റെ കുറവ് സമ്മതിച്ചാണ്. അപ്പോൾ അധ്യാപകർ ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് പതിവുള്ള വിഷയമാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവർ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കും, തൊട്ടടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കി വെക്കും. ഇതിൽ പലതും തങ്ങളുടെ വീടുകളിൽ നിന്ന് എത്തിക്കുന്നതാണ് എന്നുള്ളത് കൂടി നമ്മൾ അധ്യാപകർ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനത്ത് എല്ലായിടത്തും ഉള്ളതുമാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യമായിരിക്കെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ, സ്കൂളിൽ വലിയ നാശനഷ്ടം വരെ വരുത്തിയിട്ടുള്ളൊരു സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുറത്തിറക്കുന്ന റിലീസിൽ ഈ അധ്യാപകരെ അപഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനിക്കാൻ കഴിയുന്ന രീതിയിൽ, അതായത് കുട്ടികളുടെ ഭക്ഷണ സാധനങ്ങൾ എടുത്തു കഴിക്കുന്ന കുറച്ച് പേർ, ഒരു കൂട്ടം ആളുകൾ എന്ന രീതിയിൽ അവരെ അപഹസിക്കാൻ കഴിയുന്ന വിധത്തിലൊരു ചർച്ചയ്ക്ക് കൂടിയാണ് ഈ വിജിലൻസ് പരിശോധനകളുടെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തുടക്കമിടുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വിമർശനാത്മകമായൊരു ഭാഗം എന്നുള്ളത്. ഇവിടെ മാത്രമല്ല, വർക്കല സ്കൂളിലും സമാനമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ ഉത്തരവിലൂടെ പറയുന്നത്. ഈ പരിശോധന എന്ന് നടക്കും, എങ്ങനെ നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഇത്തരം പരിശോധന നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ അപഹാസ്യമെന്നല്ലാതെ അല്ലെങ്കിൽ അത്തരമൊരു നടപടി എന്നല്ലാതെ ഈ ഉത്തരവിനെ പറയാൻ കഴിയില്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അധ്യാപികമാർക്ക് നേരെ ഉണ്ടായത് വലിയ അതിക്രമമാണ്, വലിയ അപഹസിക്കലാണ്, വലിയ അപമാനമാണ്. അതിനെ ചോദ്യം ചെയ്യാതെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കി എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. നീലിമ.